പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ സുപ്രധാനമായ ഒരു പഠന വിഷയമാണ് ബൈബിൾ. ഈ വിഷയത്തിൻ്റെ 86-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഭൂമിയിൽ മിക്ക ഭവനങ്ങളിലും ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നവരുടെ ഭവനത്തിൽ മാത്രമല്ല, മിക്ക മനുഷ്യരുടെയും ഭവനത്തിൽ കാണുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ബുക്ക്, ആ പുസ്തകം. ദൈവം മനുഷ്യർക്ക് നൽകിയ വെളിപാടുകൾ. പക്ഷേ ഈ പുസ്തകം പലരും ഷെൽഫിലും അലമാരിയിലും സ്റ്റാൻഡിലും ഒക്കെ തുറന്നു വയ്ക്കുകയും കണ്ണാടിക്കൂട്ടിനകത്ത് ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ചില വീടുകളിൽ അനവധി ബൈബിൾ പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഈ പുസ്തകം തുറന്നു വായിക്കുകയോ ഇതിലടങ്ങുന്ന സത്യങ്ങൾ ഗ്രഹിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് ഒരു വലിയ അധംപതനത്തിലേക്ക്, നാശത്തിലേക്ക് ലോകം എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവം ഈ പുസ്തകം നൽകിയത്, തൻ്റെ വെളിപാടുകൾ നൽകിയത്, ഈ പുസ്തകം ഇപ്രകാരം ക്രമീകരിച്ച് സംരക്ഷിച്ച് നമ്മുടെ കൈകളിൽ ഇന്നും ഭദ്രമായ എല്ലാ ഭാഷകളിലും നമുക്ക് ലഭ്യമാക്കി തന്നത് നാം ഇത് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്, വായിച്ച് ധ്യാനിക്കാനാണ്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് വചനം പഠിക്കണം, വചനം പഠിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു വിഷയത്തിൽ നാം വ്യക്തമായി തന്നെ 8ഓളം കാര്യങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് വചനം പഠിക്കണം? ഒന്നാമത്തെ കാരണമായി നമ്മൾ കണ്ടത്, ദൈവവചനം ശരിയായി വിഭാഗിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചന നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അതിന് വചനം വിഭാഗിക്കാൻ കഴിയണം. അതായത് ഏത് കാലത്തിൽ ഏത് മനുഷ്യരോട് നൽകപ്പെട്ടതാണ്, നമുക്കുള്ള സന്ദേശം എന്താണ്, ഇത് വ്യക്തമായി വിഭാഗിച്ച് പഠിക്കണം. പൗലോസ് പറഞ്ഞു തിമോത്തിയോസിനോട്, സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കണം. ഇന്ന് നമ്മോട് ദൈവം പറയുന്നത് എന്താണ്? മോശയോട് പറഞ്ഞതോ, അബ്രഹാമിനോട് പറഞ്ഞതോ, നോഹയോട് പറഞ്ഞതോ, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതോ അല്ല നമ്മോട് ഇന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. രണ്ടാമത്, എന്താണ് സത്യം? സത്യം നിർണ്ണയിക്കപ്പെടണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം അറിയണം, വചനം പഠിക്കണം. സത്യം, എല്ലാത്തിൻ്റെയും പൊരുൾ. സത്യം ആപേക്ഷികമല്ല, ഓരോ കാലാവസ്ഥയ്ക്കും വ്യക്തികൾക്കനുസരിച്ച് മാറുന്നതല്ല സത്യം. സത്യം പരമമാണ്, കേവലമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ വചനം പഠിക്കണം, കാരണം വചനം സത്യമാണ്. മൂന്നാമത്, ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ. ദൈവം മനുഷ്യൻ പരസ്പരമുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ തന്നിട്ടുണ്ട്. അത് വചനം പഠിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. പുതിയ നിയമത്തിൽ അന്യോന്യം ചെയ്യേണ്ട വളരെയധികം കൽപ്പനകൾ കാണാം. നാലാമതായി, നമ്മുടെ സ്വന്തം ധാർമ്മിക സദാചാര നിയമങ്ങൾ നാം സ്ഥാപിക്കരുത്. അതിൽ മുറുകെ പിടിച്ച് അതിനുവേണ്ടി വാശി പിടിക്കരുത്. ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞാലേ അത് സാധിക്കുകയുള്ളൂ. അഞ്ചാമതായിട്ട്, ദൈവത്തിലുള്ള നമ്മുടെ നിശ്ചയം ഉറപ്പിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ പരിജ്ഞാനത്തിലൂടെയാണ് നമുക്ക് ആത്മീകമായിട്ട് നമുക്ക് നിശ്ചയമുണ്ടാകുന്നത്. നിശ്ചയം പ്രാപിക്കണം. ആറാമതായിട്ട്, വഞ്ചന നിറഞ്ഞ ആത്മീയഗോളത്തിൽ ദുരുപദേശങ്ങൾ നിരന്നു കിടക്കുകയാണ്, പരന്നു കിടക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും, എല്ലാ എല്ലാ മാധ്യമങ്ങളിലും ദുരുപദേശമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന സത്യസന്ധമായി സത്യത്തെ തേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ മാധ്യമങ്ങളോ മറ്റ് മീഡിയകളോ ടിവിയോ ചാനലോ മറ്റ് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ മൊബൈലിലോ ഉള്ള മറ്റ് സംവിധാനങ്ങൾ പറയുന്നത് കേൾക്കാനല്ല, വചനം വ്യക്തിപരമായി പഠിക്കുമ്പോൾ മാത്രമേ ഈ കേൾക്കുന്നത് 99% ദുരുപദേശമാണ്, വഞ്ചനയാണ്, കള്ളമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വചനം പഠിക്കണം. ഏഴാമതായി നമ്മൾ കണ്ട് ദൈവനം പഠിക്കേണ്ട കാരണം ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ. പിന്നെ ദൈവത്തോട് പാപം ചെയ്യുന്നു, നിയമങ്ങൾ അറിയില്ല, വഴികൾ അറിയില്ല, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അറിയില്ല, ഇവിടെ ചെയ്യുന്ന പലതും ദൈവത്തോട് പാപമാകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ വചനപരിജ്ഞാനം ഉണ്ടാകണം. എട്ടാമതായി, നമ്മുടെ കുട്ടികൾക്ക് വചനം പരിശീലിപ്പിക്കണം. കുട്ടികളെ വചനം പരിശീലിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് വചനം അറിയണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആവർത്തന പുസ്തകത്തിലും ശലോമോന് സദൃശവാക്യം 22-ാമത്തെ 6-ാം വാക്യത്തിലും പൗലോസ് എഫേസ്യർ 6-ാം വാക്യത്തിലും അധ്യായത്തിൽ ഇത് പറഞ്ഞു. ഇവിടെ മാതാപിതാക്കൾക്ക് വചനം അറിഞ്ഞില്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. കുട്ടികളെ മറ്റുള്ളവർ തെറ്റ് പഠിപ്പിക്കും. കുട്ടികളെ ശരി പഠിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കൾ വചനത്തിലൂടെയുള്ള ശരി സത്യം അറിഞ്ഞിരിക്കണം. 9-ാമത്തെ കാരണം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്,
ദൈവവചനം പഠിക്കുന്നതിനുള്ള മറ്റൊരു കാരണം നമുക്ക് നിർദ്ദേശം, ഉപദേശം, തിരുത്തൽ, ഗുണീകരണം, അഭ്യാസം ഇതൊക്കെ ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. ജീവിതയാത്രയിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്നത് പോലെ പല തെറ്റുകളും സംഭവിക്കും. ചില ശാസനങ്ങൾ വേണ്ടി വരും, ഉപദേശം വേണ്ടി വരും, ചില പരിശീലനങ്ങളും അഭ്യാസവും വേണ്ടി വരും. ഇതൊക്കെ നമുക്ക് വചനമാണ് തരുന്നത്. ഇപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യൻ എഴുതുമ്പോൾ ഈ വലിയ ഉദ്ദേശത്തെ ഓർമ്മിപ്പിക്കും. തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. എന്തൊക്കെയാണ് വചനം ചെയ്യുന്ന ജോലികൾ? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. ഇപ്പോൾ ദൈവം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തെ നയിക്കണം, നിയന്ത്രിക്കണം, നടത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതമല്ല, ഞാൻ എന്നെ തന്നെ നടത്തുകയല്ല, ഞാൻ മറ്റുള്ളവരെ നടത്തുകയല്ല, ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കണം, നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നീ എന്നെ നടത്തണം. ദൈവം എങ്ങനെയാണ് നടത്തുന്നത്? വചനത്തിലൂടെ. വചന പരിജ്ഞാനം ഉണ്ടാകണം നമുക്ക്. ദൈവം എന്ത് പറയുന്നു, ദൈവം എന്താണ് പറയുന്നത്, എൻ്റെ ജീവിതത്തെ എങ്ങനെ ഞാൻ നയിക്കണം, നടത്തണം എന്ന് ദൈവം പറഞ്ഞു തരും. 10ാമതായിട്ട് നാം ദൈവനെ പഠിക്കേണ്ടതിൻ്റെ കാരണം ദൈവം മുമ്പാകെയുള്ള നിർമ്മലമായ ഭക്തി എന്താണ്, എപ്രകാരമുള്ള ഭക്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മൾ അറിയണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദൈവനെ പഠിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മുടെ നീതിയുള്ള ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്, ദൈവം എങ്ങനെയുള്ള ജീവിതമാണ് നമ്മളിൽ ആവശ്യപ്പെടുന്നത്. യാക്കോബ് തൻ്റെ പുസ്തകം എഴുതുമ്പോൾ യാക്കോബിൻ്റെ 1-ാം ലേഖനം 22 മുതൽ 27 വാക്യങ്ങൾ കേൾക്കാം. യാക്കോബ് 1-ാം ലേഖനം 22 മുതൽ: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായി വിരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ശ്രദ്ധിക്കുക 27-ാം വാക്യം: പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പോൾ ദൈവവചനം അറിഞ്ഞില്ലെങ്കിൽ നാം വചനം പ്രവർത്തിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ നമുക്കറിയാൻ പറ്റും. കാരണം വചനം അറിയാതെ നാം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ആവശ്യമാണ് ദൈവം നമ്മൾ പഠിക്കണം. നാം ചെയ്യുന്നതിൽ ഭാഗ്യവാന്മാരാകണമെങ്കിൽ, ചെയ്യുന്നതിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വചനം അറിയണം. അതിൻ്റെ 27-ാം വാക്യത്തിൽ നിർമ്മലമായ ഭക്തിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നിർമ്മലമായ ഭക്തി? ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം അംഗീകരിക്കുന്ന ഭക്തി ഉള്ള ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം മനസ്സിലാക്കണം. യാക്കോബ് ഇത് വെളിപ്പെടുത്തി തന്നു. എങ്ങനെയാണ് ലോകത്തിലെ കളങ്കം പറ്റാതെ ജീവിക്കണമെന്നറിയണമെങ്കിൽ നാം വചനം അറിയണം. അപ്പോൾ ദൈവനെ പഠിക്കേണ്ട ആവശ്യം ഇതാണ്. ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്ന ജീവിത നിലവാരം, ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ. അവസാനമായിട്ട് വചനം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യമായിട്ടുള്ള മത സംവിധാനങ്ങളിൽ നിന്നും മതബന്ധനങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മോചനം പ്രാപിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. അവർ തന്നെ ഒരു മത സംവിധാനം സൃഷ്ടിച്ചുണ്ടാക്കി. അവിടെ പൂർവ്വപിതാക്കന്മാരുടെ കൈമാറി വന്നതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യന്മാരെ അടിച്ചേൽപ്പിച്ച് കൈ കഴിയാതെ ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ആചാരങ്ങൾ അടിച്ചേൽപ്പിച്ചു. കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി മത നേതാക്കന്മാരോട് അവർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കി മനുഷ്യരെ അടിച്ചേൽപ്പിച്ചതായ ഈ പാരമ്പര്യങ്ങളെ ഓർത്ത് കർത്താവ് വ്യക്തമായി ശാസിച്ചവരെ, നിങ്ങൾ വലിയ കെട്ടാണ് എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു വിരൽ കൊണ്ട് പോലും സഹായിക്കാൻ തയ്യാറല്ല, നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത കെട്ടുകൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതൊക്കെയാണ് ജനത്തിന് തലയെ കെട്ടിവെച്ചത്. അത് ഈ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ അത് അനുസരിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും അതേസമയത്ത് ദൈവകൽപ്പന അവഗണിച്ചു കളയുകയും ചെയ്തു ഈ മത നേതാക്കന്മാർ. ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിച്ച് അവർ താല്പര്യം കാണിച്ചത് മുഴുവൻ പാരമ്പര്യം, ആചാരങ്ങൾ, പിൻതലമുറയിലൂടെ പിന്തുടർന്നു വന്ന പാരമ്പര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് യേശു വളരെ ശക്തമായി ശാസിക്കും നമുക്ക് കേൾക്കാം. മർക്കോസ് 7:6 മുതൽ 9 വാക്യങ്ങൾ:
അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലവിടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. എന്താ വിട്ടുകളഞ്ഞത്? ദൈവത്തിൻ്റെ ആലോചന, ദൈവഹിതം, ദൈവവഴി, ദൈവമാർഗം, ദൈവകൽപ്പനകൾ അത് വിട്ടു. അവരുടെ ശ്രദ്ധ മുഴുവൻ മാനുഷികാചാരങ്ങൾ, മാനുഷികമായ ചിന്താഗതികൾ, അനുഷ്ഠാനങ്ങൾ, സമ്പ്രദായങ്ങൾ. അപ്പോൾ നാം വചനം പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്താണ് ദൈവവചനം, എന്താണ് സമ്പ്രദായം. ഈ സമ്പ്രദായവും ദൈവവും തമ്മിൽ വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കണം. നാം മനുഷ്യരെ പലപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളുമാണ്. അതേസമയം ദൈവനെ അവഗണിച്ചിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അത് അപകടമാണ്. ദൈവനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പാരമ്പര്യപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ നാം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന പാരമ്പര്യ സമ്പ്രദായങ്ങൾ ദൈവനത്തെ അവഗണിക്കുകയോ അതിനെ ലംഘിക്കുകയോ ചെയ്താൽ നാം പാരമ്പര്യം പിൻപറ്റുന്നത് അപകടമാണ്. ദൈവനത്തെ ലംഘിച്ചുകൊണ്ടല്ല പാരമ്പര്യം ചെയ്യേണ്ടത്. ദൈവനപ്രകാരമുള്ള ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് പാരമ്പര്യത്തിന് വേണ്ടി വായിച്ചു പിടിക്കരുത്. അപ്പോൾ ദൈവനെ വ്യക്തമായി മനസ്സിലാക്കിയാലും പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ദൈവനത്തിൽ നിന്ന് അകന്നുപോയി. അവർ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി, സമ്പ്രദായങ്ങൾക്ക് വേണ്ടി നിലനിന്നു, പക്ഷേ ദൈവകൽപ്പന അവഗണിച്ച് കളഞ്ഞു. അപ്പോൾ നാം വചനം പഠിക്കുന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവനത്തെ മാനിക്കണം, ദൈവനത്തെ ബഹുമാനിക്കണം. ദൈവവനത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ നാം നശിച്ചു പോകും, തെറ്റിൽ വീഴും, സത്യവിരുദ്ധമായ ആരാധനകൾ കുടുങ്ങിപ്പോകും. അനേകം ആൾക്കാർ തീഷ്ണതയോടെ പലയിടത്ത് ഓടിക്കൂടി വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ശക്തമായ ഭാഷയിൽ പാട്ടും പാടി തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന ധാരണയാണ്. പക്ഷെ അവരുടെ ആരാധന മുഴുവൻ വചനവിരുദ്ധമായ രീതികളിലാണ്. ദൈവവചനപ്രകാരമുള്ള ആരാധന നയിക്കാൻ, നടത്താൻ പലരും താല്പര്യക്കാരാണ്. അവർക്ക് വേണ്ടത് വികാരങ്ങളാണ്. അവർ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവർക്കൊരു അനുഭവം ഉണ്ടാകണം. വചനപ്രകാരം അത് പരിശോധിക്കുന്നില്ല. സത്യത്തിലും ആത്മാവിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. വചനം മനസ്സിലാക്കാത്തവർ തെറ്റായ ആരാധനകൾ കൊടുങ്ങും. അവിടെ ആരാധനകൾ വ്യർത്ഥമായിരിക്കും. കർത്താവ് യേശു പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവിടെ ഹൃദയങ്ങൾ എന്നെ വിട്ട് അകന്നിരിക്കുന്നു. കാരണം മനുഷ്യ കൽപ്പനകളെയാണ് അവർ ആചരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ടുകളഞ്ഞ് സമ്പ്രദായത്തെ പിൻപറ്റുന്നു. ഇപ്പോൾ ഹോസിയ പ്രവാചകൻ പഴയകാലത്ത് ഇത് വ്യക്തമായി ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അവർ അബദ്ധത്തിൽ തെറ്റായ മതസമുദായത്തിൽ കുടുങ്ങിപ്പോയി. കാരണം വചനത്തിൻ്റെ പരിജ്ഞാനമില്ലായ്മ. എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനമില്ലായികയാൽ എന്നാണ് ഹോസിയ 4:6 പറഞ്ഞത്. ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ വചന പഠനത്തിന് വളരെ ആവശ്യമാണ്. വളരെ എല്ലാ ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും ഇത് ഓർമ്മിക്കണം, മനസ്സിലാക്കണം. കാരണം ബൈബിളിൽ ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ കാരണം പറയുന്നു. വചനം എന്തുകൊണ്ട് പഠിക്കണം? കാരണം ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള വചനം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഓരോരുത്തരും. അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഒരു കൂട്ടം ജനത്തെ ഉത്തമന്മാർ എന്ന് ദൈവം പരാമർശിച്ചത്. അത് ബെറോവ എന്ന സ്ഥലത്തുള്ളവരെയാണ് ഉത്തമന്മാരായിട്ട് വിളിച്ചത്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്താണ് അവരെ ഉത്തമന്മാരാക്കിയത്? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന എല്ലാ പ്രസംഗവും വെറുതെ കേട്ടിരിക്കുകയല്ല, ദൈവനപ്രകാരം അത് ശരിയാണോ എന്ന് പരിശോധിച്ചു. അതിനവർക്ക് വചനം അറിയണം. ദൈവനം അറിയാത്തവരോട് എന്ത് പ്രസംഗിച്ചാൽ അതേപോലെ അങ്ങ് വിഴുങ്ങും, അതേപോലെ സ്വീകരിക്കും, ശരിയാണെന്ന് വിചാരിക്കും. അവർ വഴിതെറ്റി കൊണ്ടുപോകുന്നത്, അവിടെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്നവരറിയില്ല. അതുകൊണ്ട് വചനപരിജ്ഞാനം വളരെ ആവശ്യമാണ്. ഓരോ ദൈവമക്കളും ഓരോ വ്യക്തിപരമായി ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് വചനം വ്യക്തിപരമായി പഠിക്കുക എന്നുള്ളത്. അപ്പം കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രോത്സാഹനം, ദൈവം പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രോത്സാഹനമെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. പലപ്പോഴും നാം ചെയ്യുന്നത് വചനവിരുദ്ധമാണ്. പലരുടെയും ധാരണ, പലരുടെയും നിഗമനം, പലരുടെ അഭിപ്രായം, പലരുടെ വാദം ഞാൻ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ അവർ ചെയ്യുന്ന വചനത്തിന് വിരുദ്ധമായിട്ടായിരിക്കാം. അപ്പോൾ സ്വന്തം ഹൃദയത്തെയാണ് ആശ്രയിച്ചത്. സ്വന്തം ഹൃദയത്തെ ആശ്രയിക്കുള്ള അപകടം അതാണ്. നാം സ്വന്തം ഹൃദയത്തെയോ വികാരത്തെയോ തോന്നലുകളെയോ മറ്റുള്ള വാക്കുകളെയല്ല ആശ്രയിക്കേണ്ടത്. ദൈവവചനപ്രകാരം നിയന്ത്രിക്കപ്പെടണം. നമ്മുടെ തീരുമാനങ്ങൾ, പ്രവൃത്തികൾ, പരിശീലനങ്ങളെല്ലാം വചനപ്രകാരമായിരിക്കണം. അതിനാണ് വചനം തന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ദൈവനെ പഠിക്കേണ്ടതിന്, മാറ്റമില്ലാത്ത ദൈവിക സത്യങ്ങൾ പഠിക്കേണ്ടതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ സ്വന്തം വഴികളിലേക്ക് പോകരുത്.
സ്വന്തമായ തീരുമാനങ്ങൾ, സ്വന്തമായ ആലോചനകൾ, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വഴികൾ അറിയണം. ഇവിടെ നാം നമ്മുടെ വഴികളെ പലപ്പോഴും നയിക്കാൻ ഇഷ്ടപ്പെടാറുണ്ട്. അതാണ് നമ്മുടെ രീതി. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെ ശപിക്കപ്പെട്ട അവസ്ഥയിലായത്. സ്വന്തം വഴി തിരഞ്ഞെടുത്തു, എനിക്കിഷ്ടം, എനിക്ക് തോന്നുന്നു, എൻ്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് വാശി കാണിച്ചതിൻ്റെ അനന്തരഫലമാണ് ലോകത്തിൻ്റെ ഇന്നത്തെ തകർന്നടിഞ്ഞ അവസ്ഥ. കാരണം പിശാച് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വഴികൾ ആരും ശ്രദ്ധിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ദൈവനെ വായിക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഉൾപ്പെടെ സാധനങ്ങൾ തന്നിരിക്കുന്നത്. അതിൽ തന്നെ ദൈവിക വചനങ്ങൾ പഠിക്കുന്ന ആപ്പുകളുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അത് കേൾക്കില്ല. അനാവശ്യമായി നമ്മെ മലിനമാക്കുന്ന കാര്യങ്ങൾക്ക് മണിക്കൂറുകളോളം ചെലവിടും. യാതൊരു പ്രയോജനമില്ലാത്ത ചപ്പൻ ചവറുകൾക്ക് വേണ്ടി നമ്മൾ മണിക്കൂറുകൾ സമയം ചെലവിടും. അതിലൊരു അരമണിക്കൂർ വചനം കേൾക്കാൻ ഒരു ദിവസം നാം തയ്യാറാകില്ല. കാരണം നമുക്കതിനുള്ള വിശപ്പില്ല. അതുകൊണ്ട് സാത്താൻ നന്നായി നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകും. നമ്മുടെ മനസ്സ് മുഴുവൻ സമയവും ഈ ചപ്പും ചവറിലുമായിരിക്കുന്നതുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. മനുഷ്യരിങ്ങനെ ഈ അവസ്ഥയിലായി തീർന്നതിൻ്റെ കാരണം അവരവർ തന്നെയാണ്. അതുകൊണ്ട് നാം ദൈവനെ പഠിക്കണം, സാത്താൻ്റെ വ്യാജ്യങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ. ദൈവമക്കളെ സംബന്ധിച്ച് വചനം പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നാം മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ളവരാണ്. സത്യം അറിഞ്ഞവർ മാർഗം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം, മറ്റുള്ളവരെ വഴി കാണിച്ചു കൊടുക്കണം. വഴി അറിഞ്ഞവരുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. കാരണം മനുഷ്യൻ നശിച്ചു കിടക്കുകയാണ് പാപത്തിൽ. അതുകൊണ്ട് അങ്ങനെ നശിച്ചു കിടക്കുന്ന ലോകത്തിലുള്ള മനുഷ്യരോട് പരിജ്ഞാനം കൊടുക്കാൻ, സത്യത്തെ മനസ്സിലാക്കി കൊടുക്കാൻ അറിവുള്ള, യോഗ്യതയുള്ള വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. എല്ലാവർക്കും സത്യത്തിൻ്റെ പരിജ്ഞാനം വേണം. കാരണം അബദ്ധവും ദുരുപദേശവും വ്യാജവും പൈശാചികമായ എല്ലാ തന്ത്രങ്ങളും നിറഞ്ഞു കിടക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ ദൈവമക്കളെ സംബന്ധിച്ച് പരിജ്ഞാനമുണ്ടാകണം. നശിച്ചു കിടക്കുന്നവരുടെ ലോകത്തുനിന്ന് ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക്, സത്യത്തിലേക്ക് ആനയിക്കുന്നവർക്ക് പരിജ്ഞാനം വേണം. നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം ജീവൻ്റെ വചനം, നമ്മുടെ ജീവിതത്തിന് സഹായകരമായ വചനം, ആ വെളിച്ചം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ദൈവത്തെ പിൻപറ്റണമെങ്കിൽ അവർ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ പിൻപറ്റാൻ പറ്റുള്ളൂ. ഇതൊരു ക്ലാസ് അധ്യാപകൻ്റെ രീതിയല്ല, കുറേ ക്ലാസ്സുകളല്ല, കുറേ പഠന വിഷയങ്ങളല്ല, ദൈവമാണ്. ദൈവത്തെ അറിയണമെങ്കിൽ വചനം അറിയണം. അപ്പോൾ വളരെ പ്രധാനമായി നമ്മൾ ഈ കാരണം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദൈവനെ പഠിക്കേണ്ട മറ്റൊരു കാരണം, ദൈവം വചനത്തിലൂടെയാണ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഇത് ദൈവത്തിൻ്റെ വെളിപാടാണ്. ദൈവം ഈ വചനത്തിലൂടെയാണ് തന്നെ വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തെ നാം പഠിച്ച് മനസ്സിലാക്കണം. നാം എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്, കാരണം ദൈവത്തിന് മാത്രമേ അത് പറഞ്ഞുതരാൻ പറ്റും. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, എങ്ങനെ അന്യോന്യം പെരുമാറണം, പരസ്പര ബന്ധം എങ്ങനെയായിരിക്കണം, എന്ത് ശ്രദ്ധിക്കണം, എന്ത് സൂക്ഷിക്കണം എന്നറിയണമെങ്കിൽ വചനം അറിയണം. ലോകത്തിലെ മറ്റേതെങ്കിലും പുസ്തകങ്ങളല്ല വായിച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവവചനം അറിയണം. ലോകത്തിലെല്ലാവരും ഓരോ പാപങ്ങളെ ന്യായീകരിക്കും. ലോകത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം ന്യായീകരണം ഉണ്ടാകും. അത് നിയമസഭയിൽ പാസ്സാക്കും, പാർലമെൻറ്റിൽ പാസ്സാക്കും, സുപ്രീം കോടതി അനുകൂലിക്കും. പക്ഷെ അത് ദൈവത്തിൽ ശരിയല്ല. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം. മനുഷ്യർക്കൊരു ഭക്തി പൊതുവേ മനുഷ്യരിലുണ്ട്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യരൊരു ഭക്തിയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ നിർദ്ദേശവും നടത്തിപ്പും നാം സ്വീകരിക്കണം. ദൈവം നയിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യനെ, പക്ഷെ നാം ആഗ്രഹിക്കണം, ദൈവമേ എന്നെ നടത്തണമേ, എന്നെ നയിക്കണമേ എന്ന് നാം ആഗ്രഹിക്കണം. നമ്മുടെ വിശ്വാസത്തിലും പരിശീലനത്തിലും നമ്മുടെ എല്ലാ ചിന്താഗതികളും ദൈവം നീ എന്നെ നടത്തണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ദൈവത്തെ നയിക്കപ്പെടും. നമ്മുടെ ആഗ്രഹം ആചാരങ്ങളും സമ്പ്രദായങ്ങളുടെ പുറകെ പോകാനല്ല. അപ്പോൾ ഇത് ദൈവനം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രോത്സാഹനമാണ്. ദൈവം പഠിക്കുക മാത്രമല്ല, അത് കേൾക്കുക മാത്രമല്ല, അത് അനുസരിക്കുകയും കൂടെ വേണം. അനുസരണത്തിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ദൈവനം അനുസരിക്കണം, ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കണം. ദൈവം എന്താണ് എന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എങ്കിലേ അതനുസരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കുറച്ച് കാരണങ്ങളാണ്. ഇനി അടുത്ത അവതരണത്തിൽ നമ്മൾ ആത്മീകമായ ചില കാരണങ്ങൾ കൂടി പെട്ടെന്നൊന്ന് അവതരിപ്പിക്കും. ആത്മീകമായ ചില കാരണങ്ങളുണ്ട്. ഇത് നമ്മൾ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന ഈ പുസ്തകത്തെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. ചുരുക്കമായി 11 അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത അവതരണത്തിൽ നമ്മൾ ആത്മീകമായ ചില നിർദ്ദേശങ്ങൾ, കാരണങ്ങൾ, എന്തുകൊണ്ട് വചനം പഠിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ മറക്കരുത്, ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. മനുഷ്യരെഴുതി ഉണ്ടാക്കി ഏതെങ്കിലും പ്രസ്സിൽ പ്രിൻ്റ് ചെയ്ത പുസ്തകമല്ല. അത് പ്രചരിപ്പിച്ചപ്പോൾ അങ്ങനെ ചെയ്തു. അത് ബൈബിൾ സൊസൈറ്റിക്കാരോ മറ്റേതെങ്കിലും പബ്ലിക്കേഷൻസോ ചെയ്തു കാണാം. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. ഇതിനെ കോട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. എന്തിന് ദൈവം തന്നു? നമുക്ക് വേണ്ടി.
ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. തികവുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണം. അതിന് ആവശ്യമുള്ളതെല്ലാം ഈ പുസ്തകം നമ്മോട് പറയും. പക്ഷെ പുസ്തകം പറയണത് മനസ്സിലാക്കണമെങ്കിൽ വായിക്കണം, ചിലത് പഠിക്കണം, ഗ്രഹിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം. ജീവിതത്തിൽ അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം. അപ്പോൾ ആ വചനം നമ്മിൽ വസിക്കും. ലോകത്തിലെ ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത ഒരു അനുഗ്രഹമാണ് ഇതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകപ്പെട്ട ഈ ഗ്രന്ഥത്തിന് പ്രപഞ്ചത്തിലെ ഒരു ഗ്രന്ഥത്തിനുമില്ലാത്ത ആ നിസ്തുലമായിട്ടുള്ള അനുഗ്രഹം അവകാശപ്പെടാം. ഇത് കാരണം ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. മറ്റൊരു ഗ്രന്ഥം ദൈവഭൂമി തന്നിട്ടില്ല, മറ്റൊരു വെളിപാട് ദൈവഭൂമി തന്നിട്ടില്ല. ദൈവം മനുഷ്യകുലത്തെ നൽകി തന്ന ഏക വെളിപാടാണ്, ഏക ഗ്രന്ഥമാണ് ഈ സത്യവേദ പുസ്തകം. അത് പറയുന്നതിൽ സങ്കടപ്പെടണ്ട, കേൾക്കുന്നതിൽ ഭാരപ്പെടണ്ട. കാരണം അതാണ് സത്യം. സത്യം എപ്പോഴും അങ്ങനെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം, വിശ്വസിക്കണം, അംഗീകരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തെ നയിക്കും. ലോകത്തിലെ ഒരു ഗ്രന്ഥവും നമ്മുടെ ജീവിതത്തെ നിർമ്മലീകരിക്കുകയോ വിശദീകരിക്കുകയോ ദൈവത്തിലെത്തിക്കുകയോ ഇല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ പഠിക്കണം, എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അനേക കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള പഠനങ്ങളിൽ നാം നേരിടുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ടത് വൃഥാവാകരുത്. ദൈവത്തോട് വചനത്തോടുള്ള താല്പര്യം, ദൈവത്തോട് സ്നേഹമുള്ളവർ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന കാത്തുകൊള്ളും എന്ന് ക്രിസ്തു വ്യക്തമായി പറഞ്ഞു. ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം തെളിയിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്. നമ്മൾ അധരം കൊണ്ട് ദൈവമേ 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 കർത്താവേ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാകാം. പക്ഷെ വചന വായനയോ വചനം വായിക്കാൻ താല്പര്യമോ ദൈവനെ കേൾക്കുന്ന അനുസരിക്കാനോ താല്പര്യമില്ലെങ്കിൽ കർത്താവ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർ മാത്രം. ചിന്തിച്ച് നോക്കുക, ഇത്ര ഗുരുതരമാണ് ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തുടരാം അടുത്ത അവതരണത്തിൽ കൂടുതൽ പരിജ്ഞാനത്തിലേക്ക്. താങ്ക് യു.